പ്രയോജനമറ്റു പോയല്ലോ, ഗുണമില്ലാതെ പോയല്ലോ, വലിയ പ്രതീക്ഷയായിരുന്നല്ലോ. എന്തായിത്തീരും? ശരീരത്തെ നോക്കി, മനസ്സിനെ നോക്കി, ഭാവിയെ നോക്കി, തലമുറയെ നോക്കി മനസ്സ് പിറുപിറുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പാഴും ശൂന്യവുമായതിന്റെ മേൽ അവന്റെ ആത്മാവ് വ്യാപരിച്ചപ്പോൾ മോശ വെളിപ്പാട് കണ്ടിട്ട് എഴുതി, അത് ഏറ്റവും നല്ലത്. പ്രൈസ് ദി ലോർഡ്. ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. സൃഷ്ടിപ്പിന് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മോശ ജനിക്കുന്നത്. എന്നാൽ വെളിപ്പാടുകളുടെ ശക്തി തൻ്റെ മേൽ വന്നപ്പോൾ സൃഷ്ടിപ്പിനെ വിവേചിച്ചറിഞ്ഞുകൊണ്ട് കണ്ണാലെ കാണുന്നത് പോലെ തൻ്റെ ദാസൻ എഴുതി, സൃഷ്ടിച്ചപ്പോൾ പാഴും ശൂന്യവുമായിരുന്നു, എന്നാൽ ആത്മാവ് പരിവർത്തിച്ചപ്പോൾ അത് ഏറ്റവും നല്ലതായി മാറി. ചിലരോടുള്ള ദൂത ഇന്ന് രാത്രി ഏറ്റെടുക്കണം. ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക. അല്ലെങ്കിൽ സ്വന്തം നാട്ടിൽ ജീവിക്കുവാൻ സാഹചര്യമുണ്ടായിട്ടും പല മേഖലകളിൽ പ്രവർത്തിക്കുവാൻ വഴികളുണ്ടായിട്ടും പലരെയും തട്ടിയും തടഞ്ഞും വഴികൾ അടച്ചും ഈ പട്ടണത്തിൽ ദൈവം കൊണ്ടുവന്ന് ഇന്ന് രാത്രിയിൽ ഇതിനകത്ത് പ്രവേശിച്ചുവെങ്കിൽ ഉള്ളു തുറന്ന് സന്തോഷിക്കണം. എൻ്റെ ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. ഒന്നുകൂടി ഞാൻ പറയാം, കർത്താവിന് വേണ്ടാത്ത ആരും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇല്ല. സ്വർഗത്തിന് വേണ്ടാത്ത ആരും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇല്ല. എഴുതി തള്ളിയ ആരും ഇന്ന് രാത്രിയിൽ ഇവിടെ ഇല്ല. വിശ്വസിച്ചാട്ടെ. ശൂന്യതയിൽ ആത്മാവ് ഇറങ്ങട്ടെ, നിർജീവത്വത്തെ ചലിക്കട്ടെ, മരിച്ച അവസ്ഥകൾ ജീവൻ പ്രാപിക്കട്ടെ.